നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്ക് അടുത്ത ഏകദേശം ഒരു വർഷം അസാമാന്യമായ നേട്ടങ്ങൾ ഉണ്ട്. ഘനഗംഭീരമായ നേട്ടങ്ങളാണ് ഉള്ളത്. തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, തുലാം രാശി മാത്രമല്ല, തുലാം ലഗ്നവും. ഓക്കെ, അപ്പോൾ ഈ തുലാം ലഗ്നം നിങ്ങളുടെ ലഗ്നം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ജ്യോതിഷ സംശയങ്ങളെല്ലാം ഞാൻ പരിഹരിക്കാം. അപ്പോൾ ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ തുലാം ലഗ്നത്തിന്, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഓക്കെ, ഈ തുലാം രാശിക്ക് കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ അസാമാന്യമായ നേട്ടങ്ങളാണ്. അതുകൂടാതെ ഈ ആഗസ്റ്റ് 2-ന് ചൊവ്വ മാറുന്നത് ഇവർക്ക് ഇപ്പോൾ പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് തുലാം രാശിക്ക്, ഇടവൻ രാശിയിൽ. അപ്പോൾ അത് ആഗസ്റ്റ് 2-ന് മിഥുനത്തിലേക്ക് മാറും. അപ്പോൾ അവിടെ 9-ാം ഭാവത്തിൽ ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഈ ചൊവ്വയുടെ പ്രതികൂലാവസ്ഥ ആഗസ്റ്റ് 2, അതായത് 2026 ഓഗസ്റ്റ് 2-ന് മാറുന്നു. അപ്പോൾ അത് പ്രതികൂലമല്ലാതായി മാറുന്നു. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ആഗസ്റ്റ് 2-ന് ശേഷം ഇല്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ്റെ ഒരു നേട്ടം കൊണ്ട്, സ്ഥാനം കൊണ്ട് കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ സൂര്യൻ്റെ പരമാവധി അനുഗ്രഹം കിട്ടും. അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. ഒരു ഇൻട്രഡക്ഷനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതുകൂടാതെ 2026 സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ ചൊവ്വ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും മാറി മാറി നിൽക്കുകയാണ്. ഏകദേശം 9 മാസം. 1-2 ദിവസമല്ല, 1-2 മാസമല്ല, 9 മാസം ചൊവ്വ അനുകൂലമാണ് നിങ്ങൾക്ക്. അതായത് ഒരു പാപഗ്രഹമാണ് ചൊവ്വ. അത് നിങ്ങളുടെ കർമ്മഭാവത്തിൽ വരുമ്പോൾ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതുപോലെ ലാഭസ്ഥാനത്തും വരുന്നു, ചിങ്ങത്തിലും. അതായത് കർക്കിടകത്തിലും ചിങ്ങത്തിലും മാറി മാറി നിൽക്കുകയാണ് 2026 സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഒരു കളി വരാൻ പോവുകയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി നേട്ടം വരാൻ പോകുന്ന ചൊവ്വ പ്രതികൂലമല്ലാതായി മാറുന്ന ആഗസ്റ്റ് 2 മുതലാണ്. ഇപ്പോഴും തൊഴിൽപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്കുണ്ട്. അതുകൂടാതെ സെപ്റ്റംബർ 14 വരെ സൂര്യൻ്റെ കളിയാണ് കളി. ഓക്കെ, അതിനുശേഷം സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ ചൊവ്വയുടെ ഒരു കളിയുണ്ട്. അതൊരു 1.5 കളിയല്ല. 10-25,000 നിലയിൽ ഉയർന്നു പൊങ്ങി നിങ്ങൾക്ക് അനുഗ്രഹം തരുന്ന ഒരു കളിയാണത്. അസാമാന്യമായിട്ടുള്ളൊരു അപൂർവമായിട്ടുള്ളൊരു സംഭവമാണത്. അതായത് കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും ചൊവ്വ, തുലാം രാശിയുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും മാറി മാറി ചൊവ്വ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാൻ പോവുകയാണ്. ചൊവ്വ ഒരു പാപഗ്രഹമാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ശുഭഗ്രഹം അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ, ചൊവ്വയെപ്പോലെ പാപഗ്രഹമായ ഒരു ഗ്രഹം അനുകൂലമാകുമ്പോൾ 1,00,000-ന് പകരം 2,00,000 കിട്ടും. ആ രീതിയിൽ നിങ്ങളുടെ നേട്ടങ്ങൾ മാറാൻ പോയാണ്. അതുകൂടാതെ അതിന് ശേഷവും വലിയ മാറ്റങ്ങൾ, ഗഹനമായ ഘനഗംഭീരമായ മാറ്റങ്ങളുണ്ട്. ഒക്ടോബർ 3-ന് വ്യാഴം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അതായത് 2026 ഒക്ടോബർ 3-ന് ചിങ്ങരാശിയിലേക്ക് വരും. അത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 24 വരെ
വ്യാഴം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതിനുശേഷം അത് കർക്കിടകത്തിലോട്ട് പോവും. ഓക്കെ. അപ്പോൾ ആ 4 മാസം ആ സമയത്ത് ചൊവ്വയും അനുകൂലമാണെന്ന് ഓർക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ശനി അനുകൂല ഭാവത്തിലാണ് ഇപ്പോൾ തന്നെ. പിന്നെ ഡിസംബർ 5 വരെ സർപ്പവും ശിഖിയും അനുകൂലമാണ്. ഓക്കെ. അതിനുശേഷം സർപ്പം ഈ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരും. പക്ഷെ അവിടെയും നിങ്ങളുടെ ലഗ്നം നോക്കി ആ രാശിയുടെ ഫലം ഈ സർപ്പവും ശിഖിയും കൂടെയുള്ള ഒരു മകരരാശിയിലാണ് വരുന്നത്. ഇപ്പം കുംഭം രാശിയിലാണ് സർപ്പം നിൽക്കുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് നീങ്ങുന്ന സർപ്പം അഥവാ രാഹു മകരരാശിയിൽ വരുമ്പോൾ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ, അതെ 4-ാം ഭാവത്തിലാണ് വരുന്നത്. അത് അനുകൂലമല്ല, പക്ഷേ പ്രതികൂലമെന്ന് പറയാനും പറ്റത്തില്ല. എന്തായാലും ആ മാറ്റം, അതായത് ഡിസംബർ 5-ന്, അതായത് 2026 ഡിസംബർ 5-ന് രാഹു മാറുമ്പോൾ മകരം രാശിയിൽ വരുമ്പോൾ അനുകൂലമായിട്ടുള്ള 4-5 രാശികളുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ എടുത്തു പറയേണ്ടത്തക്ക ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഡിസംബർ 16 തൊട്ട് ജനുവരി 15 വരെ ധനുരാശിയിൽ സൂര്യനും വരും. അപ്പോൾ അത് അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ചൊവ്വയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് നിന്ന് കളിക്കുന്നത്. പിന്നെ മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 15 വരെ വീണ്ടും സൂര്യൻ അനുകൂലമാകും. അപ്പോഴും ഈ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ശനിയും ചൊവ്വയും ഒക്കെ അനുകൂലമാണ്. അതിനോടൊപ്പം സൂര്യനും അനുകൂലമാകും. ഓക്കെ. പിന്നെ ശനി മാറുന്നത് 2027 ജൂൺ 3-നാണ്. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ 2026 ജൂലൈ 25-നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മുതൽ ഏതാണ്ട് 2027 ജൂലൈ 3 വരെ പോട്ടെ, ശനി മാറുന്ന 2027 ജൂൺ 3 വരെ തുലാം രാശിയുടെ ഒരു പടയോട്ടം, തേരോട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫലങ്ങൾ പരമാവധി തുടങ്ങാൻ പോകുന്നത് ഈ ആഗസ്റ്റ് 2 മുതലാണ്. ഓക്കെ. സൂര്യൻ ഇപ്പോഴേ അനുകൂലമാണ്. പക്ഷെ ചൊവ്വ പ്രതികൂല അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ അതിനും ഒരു നേട്ടമുണ്ട്. ഇപ്പോഴത്തെ ഈ ഫലം പറയുകയാണെങ്കിൽ സൂര്യൻ കർക്കിടക മാസം വ്യാഴത്തോടൊപ്പം കർമ്മഭാവത്തിൽ നിൽക്കുകയാണ്. കർമ്മഭാവത്തിൽ വ്യാഴം, കർമ്മഭാവത്തിൽ സൂര്യൻ. അപ്പോൾ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള ഉന്നതി, പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും കർമ്മഭാവത്തിലുള്ള സ്ഥിതി കൊണ്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ അത് അല്പം ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും. ഇപ്പോൾ തൊഴിലുള്ളവർക്ക് ശമ്പള വർധനവും ഉണ്ടാവാം, പ്രൊമോഷനും ഉണ്ടാവാം. അതുപോലെ തന്നെ മേലധികാരികളുടെ
പ്രീതിക്ക് പാത്രമാകും. പിന്നെ സ്ഥലം മാറ്റം, നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം. പിന്നെ കിട്ടാനുണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തരപ്പെട്ട് കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിന് ഐശ്വര്യം, നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. പിന്നെ പിതാവിന് പല അസുഖങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭേദപ്പെടാനും പൂർണ്ണമായിട്ട് സുഖപ്പെടാനും സാധ്യത. പിന്നെ നിങ്ങളുടെ മക്കൾ മുതിർന്നവരാണെങ്കിൽ അവരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾ വരാം. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠനത്തിലും മറ്റും നേട്ടമുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ ബുധൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും മാറ്റം ഇവിടെ പരാമർശിച്ചിട്ടില്ല. അതായത് ശുക്രൻ ഒരു കാര്യമുണ്ട്, ശുഭഗ്രഹമാണ്. അത് ഏത് രാശിയിൽ നിന്നാലും 9 രാശിക്കാർക്ക് നേട്ടമാണ്. അത് മാത്രമല്ല 3 രാശിക്കാർക്ക് കാര്യമായ നേട്ടമില്ലെങ്കിലും പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നില്ല ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. അപ്പോൾ ശുക്രൻ എവിടെ നിന്നാലും നമുക്ക് നേട്ടങ്ങളുണ്ടാവും. വലിയ ദുരിതങ്ങളൊന്നും ഈ ശുക്രൻ സൃഷ്ടിക്കത്തില്ല. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ബുധനും. വലിയ ദുരിതങ്ങളൊന്നും ഇദ്ദേഹം സൃഷ്ടിക്കത്തില്ല. വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ കുറയും എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ബുധൻ പക്ഷേ 6 ഭാവങ്ങളിൽ നല്ല ഫലം തരും. ചന്ദ്രനും 6 ഭാവങ്ങളിൽ ഫലം തരും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസം കൂടുമ്പോഴാണ് രാശി മാറുന്നത്. ബുധനും ശുക്രനും ഏകദേശം 4 ആഴ്ച. ചൊവ്വ ഇവിടെ 45 ദിവസം കൂടുമ്പോൾ രാശി മാറി അങ്ങ് പോകേണ്ടതാണ്. പക്ഷേ അത് സെപ്റ്റംബർ 18 തൊട്ട് നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും മാറി മാറി നിൽക്കുകയാണ്. 9 മാസം നോക്കുക. സാധാരണ 45 ദിവസം കൂടുമ്പോൾ ഇത് മാറി മാറി അങ്ങ് പോകുന്നതാണ്. പക്ഷേ ഇത് അങ്ങനല്ല, മറിച്ച് വളരെ അത്യപൂർവമായിട്ടുള്ള മാറ്റമാണത്. ചൊവ്വയുടെ മാറ്റം അത് ഈ പറയുന്ന പോലെ 9 മാസം. ഒരുപക്ഷെ എൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം ആദ്യമായിട്ടാണ്. അത്യപൂർവമായിട്ടുള്ള മാറ്റമാണ് ചൊവ്വയുടെ മാറ്റം. അതായത് 9 മാസം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചൊവ്വ തുലാം രാശിക്ക് അനുകൂലമാകുന്നു, തുലാം ലഗ്നത്തിനും. ഓക്കെ, അപ്പോൾ ഇത് ഈ കർക്കിടകത്തിലും ചിങ്ങത്തിലും കിടന്ന് കളിക്കുന്ന കളി മറ്റേതെങ്കിലും രാശിക്കുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തായാലും തുലാം രാശിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാര്യം എനിക്ക് ആസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ഒരു ക്ലയൻറ്റ് നമുക്ക് ഇങ്ങനെ അയച്ചു വന്നു, ദക്ഷിണയൊക്കെ അയച്ചു വന്നിട്ട് പറഞ്ഞു 1 വർഷത്തേക്കുള്ള ഫലം പറഞ്ഞു തരണം. ഒരുപാട് സമയമെടുത്തു. പക്ഷേ അതിനനുസരിച്ച് പുള്ളി നമുക്ക് ഗൂഗിൾ പേ അല്ല, ഫണ്ട് ട്രാൻസ്ഫർ ആയിരുന്നു. ഓക്കെ, അയച്ചു വന്നു. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, നമുക്ക് സന്തോഷമായി. ദക്ഷിണയൊക്കെ കിട്ടി നമ്മൾ വളരെ സംപ്രീതരായിട്ട് ഞാൻ അദ്ദേഹത്തിന് 1 വർഷത്തെ ഫലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഫലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ഈ പറയുന്ന കണക്ക് ഏകദേശം ഒരു 18 വർക്കിംഗ് അവേഴ്സ് വേണ്ടി വന്നു. ഏകദേശം 1.5-2 ദിവസം എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിരത്തിപ്പിടിച്ച് ഞാൻ ഓരോ മാസത്തെയും ഫലം, അതായത് ഓരോ മാറ്റത്തിൻ്റെയും ഫലം നോക്കി വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടുപിടിക്കുന്നത്. അവരിൽ ഒരാൾക്ക് തുലാം രാശിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. ഈ 9 മാസത്തെ കളി അത് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണ്.
മറ്റേ സാറിന് ആകെ 45 ദിവസം കഴിയുമ്പോൾ ഇത് മാറി അങ്ങ് പോകും. ഇതങ്ങനല്ല. നിങ്ങൾക്ക് തുലാം രാശിക്കാർക്ക് എന്തോ കാര്യമായിട്ട് അനുഗ്രഹം കിട്ടാൻ പോയാണ്. അപ്പോൾ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ രാശിഫലമാണ്. ഇതിനകത്ത് നിങ്ങളുടെ മഹാദശാന്തർദശ ഒക്കെ പരിശോധിക്കണം, ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കണം. അതുമാത്രമല്ല, ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. മന്ത്രജപങ്ങൾ അതൊക്കെ ഇപ്പോൾ ആകെ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുക, ആകെ ഞാൻ അതെല്ലാം പറഞ്ഞു തരാം. അത് വാട്സാപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ തീർത്തു തരാം. അപ്പോൾ വാട്സാപ്പിൻ്റെ നമ്പർ ഒന്നുകൂടെ പറയാം. ഫോൺ വിളിക്കരുത് പ്ലീസ്, കാര്യം തിരക്കാണ്. എല്ലാ തരത്തിലും ഞാൻ തിരക്കിൽ ആണ് സംഭവം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും, തുലാം രാശിക്കാർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത്, എല്ലാ രാശിക്കാരും കാണും. ഓക്കെ. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.